നമുക്ക് പഠിക്കാനുള്ളത് പ്രമേഹത്തിൻ്റെ ചികിത്സയാണ്. മുന്നുള്ള വീഡിയോസിലെല്ലാം നമ്മൾ പ്രമേഹത്തിൻ്റെ നിദാന പഞ്ചകങ്ങളൊക്കെ പഠിച്ചു. ഇനി എന്താണ്, നമുക്ക് ചികിത്സയാണ് വളരെ ഭംഗിയായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ചികിത്സ പറയുന്നതെന്നാണ്. നമ്മൾ പ്രമേഹത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 രീതിയിലാണ് ഇതിൻ്റെ ചികിത്സ പോകുന്നത്. നമുക്ക് പ്രമേഹ രോഗിയെ 2ആയിട്ട് തിരിക്കാം. അതായത് സ്ഥൂല ബലവാനെന്നും കൃശ ദുർബലനെന്നും. ഓക്കെ, സ്ഥൂല ബലവാൻ എന്ന് പറയുമ്പം ആള് നല്ല സ്ഥൂലുണ്ട്, നല്ല കോർപ്പുലൻ്റ് ആണ്, അതുപോലെ അയാൾക്ക് ശരീരത്തിൽ നല്ല ബലവും ഉണ്ട്. രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കൃശനാണ്, ആള് നല്ല മെലിഞ്ഞിട്ടുമാണ്, വളരെ വീക്കുമാണ്. ഇങ്ങനെ നമുക്ക് 2ആയിട്ട് പ്രമേഹ രോഗികളെ തിരിക്കാം. പേഷ്യൻ്റ് സ്ഥൂല ബലവാനാണ്, അയാൾ ശോധനയ്ക്ക് ഫിറ്റ് ആണ് എങ്കിൽ നമുക്ക് അയാൾക്ക് എന്ത് കൊടുക്കാം, ശോധന ചികിത്സ കൊടുക്കാം. ഇനി അയാൾ ശോധന പ്യൂരിഫിക്കേഷൻ തെറാപ്പീസിനൊന്നും അയാൾ ഫിറ്റ് അല്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ശമനമായിട്ടുള്ള പാലിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാസിഫിക്കേറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ചികിത്സകൾ കൊടുക്കുന്നു, കാരണം അയാൾ ശോധനയ്ക്ക് ഫിറ്റ് അല്ല എന്നുള്ളത് കൊണ്ട്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള കൃശ ദുർബലനാണ്. അങ്ങനെയാണ് എങ്കിൽ അയാൾ കൃശന് വീക്കാണ് അല്ലേ, അപ്പം അയാൾക്ക് നമുക്കൊരു ബൃംഹണമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കാം എന്നുള്ളതാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഇവിടെ സ്ഥൂല ബലവാൻ എന്ന് പറയുമ്പോൾ അയാളുടെ ദോഷബലാധിക്യം ഉണ്ടാവും, അതായത് ദോഷങ്ങൾക്ക് വളരെ സ്ട്രെങ്ത് ഉണ്ടാവും, അതുപോലെ ആൾക്കും നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അയാൾക്ക് ശോധന പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ ഉള്ളൊരു ക്ഷമത ഉണ്ടാവും. അങ്ങനെ ക്ഷമതയുള്ള ആളാണെങ്കിലാണ് നമ്മൾ ശോധന ചെയ്യുന്നത്. ഇനി ശോധനത്തിന് അൺഫിറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ ശമനത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അല്ലേ, നമുക്ക് 3ആയിട്ടാണ് പ്രമേഹ ചികിത്സ പോകുന്നത്. ആദ്യത്തെ 2 ഈ പറഞ്ഞത്, ശോധനവും വരുന്നുണ്ട്, പിന്നെ ബൃംഹണം വരുന്നുണ്ട്. പിന്നെ ഒരു 3ാമത്തെ വെറൈറ്റി ആയിട്ട് നമുക്ക് പ്രമേഹ പിടകങ്ങളുടെ ചികിത്സ പറയാവുന്നതാണ്. അതായത് ഡയബറ്റിസ് അല്ലേ, പ്രമേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഡയബറ്റീസുമായിട്ടാണ് ജനറലി കോറിലേറ്റ് ചെയ്യുന്നത്. ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഡയബറ്റിക് കാർബങ്കിൾസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പം പ്രമേഹ പിടകയുടെ ചികിത്സയും കൂടെ നമുക്കിതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ക്ലിയർ? ശ്ലോകം നോക്കിക്കോളൂ. സ്ഥൂല പ്രമേഹി ബലവാൻ ഇഹൈക കൃശസ്തദൈക പരിദുർബലച്ഛ സബ്രഹ്മണം തത്ര കൃശസ്യ കാര്യം സംശോധനം ദോഷബലാധികസ്യ. ചരകൻ ചികിത്സ 6/15 നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ശ്ലോകമാണ്. സ്ഥൂല പ്രമേഹി ബലവാൻ ഇഹൈക കൃശസ്തൈക പരിദുർബലശ. പ്രമേഹ രോഗികളെ 2ആയിട്ട് നമ്മൾ തിരിക്കുകയാണ്. സ്ഥൂല പ്രമേഹി ബലവാൻ എന്നും അതുപോലെ തന്നെ കൃശനായിട്ടുള്ള പരിദുർബലൻ, ഇങ്ങനെ 2 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ തിരിക്കുകയാണ്. സബ്രഹ്മണം തത്ര കൃശസ്യ കാര്യം. കൃശനായിട്ടുള്ളവന് നമ്മൾ എന്ത് ചെയ്യുക, ബൃംഹണം കൊടുക്കുക. ക്ഷീണിച്ചിരിക്കുന്നവന് തീർച്ചയായിട്ടും നമ്മൾ ബൃംഹണമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുക. സംശോധനം ദോഷബലാധികസ്യം, അതായത് നല്ല ദോഷങ്ങളൊക്കെ വളരെ സ്ട്രെങ്തോടു കൂടിയുള്ളവനും അതായത് ബലം കൂടിയവനും നമുക്ക് എന്ത് ചെയ്യാം, സംശോധനം ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞത്. പ്രമേഹ രോഗിക്ക് ചികിത്സ 2ആയിട്ട്, പ്രമേഹ രോഗികളെ 2ആയിട്ട് തിരിക്കുകയാണ്. സ്ഥൂല ബലവാനെന്നും കൃശ ദുർബലനെന്നും. സ്ഥൂല ബലവാൻ ശോധനയ്ക്ക് ഫിറ്റ് ആണെങ്കിൽ അവന് നമുക്ക് ശോധന ചെയ്യാം. അൺഫിറ്റ് ഫോർ ശോധനമാണ് എങ്കിൽ നമ്മൾ ശമനമാണ് അവന് ചെയ്യാം. ഇനി കൃശ ദുർബലനാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവന് നമ്മൾ ബൃംഹണം ചെയ്യുന്നു. അതാണ് ആദ്യത്തെ ചികിത്സയുടെ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ പറയുന്ന ഒരു സാമാന്യ ചികിത്സയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു ഈ സ്ഥൂല പ്രമേഹിക്ക് നമ്മൾ ശോധനം ചെയ്യാൻ ഫിറ്റ് ഫോർ ശോധന ആയിട്ടുള്ളവന് ശോധനം ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലേ. ശോധനം ചെയ്തതിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ട് സന്ദർപ്പണം ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ വാതകോപം ഉണ്ടാവും അല്ലേ. എക്സസ് ആയിട്ടുള്ള ശോധനം അല്ലേ, നമ്മൾ നല്ല രീതിയിലൊരു ശോധനം കഴിയുമ്പോൾ തീർച്ചയായിട്ടും വാതപ്രകോപം ഉണ്ടാകും. അപ്പം ആ വാതപ്രകോപത്തെ തടയാനായിട്ട് നമ്മൾ സന്ദർപ്പണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി അല്ല എങ്കിൽ എന്താ സംഭവിക്കുക, വാതപ്രകോപം ഉണ്ടായിട്ട് അവിടെ ഗുൽമം, പസ്തിശൂലം, മൂത്രഗ്രഹം ഇങ്ങനെയുള്ള പല കണ്ടീഷൻസും അവിടെ മാനിഫെസ്റ്റഡ് ആവും. പിന്നെ നമ്മൾ സന്ദർപ്പണം ചെയ്യുമ്പോൾ എപ്പോഴും അയാളുടെ അഗ്നി പരിഗണിച്ചുകൊണ്ട് മാത്രമായിരിക്കണം സന്ദർപ്പണം ചെയ്യേണ്ടുന്നത്. ഓക്കെ, അതാണ് നമ്മളിവിടെ സ്റ്റാർ ചെയ്തൊരു പോയിന്റ് പറഞ്ഞത്. ആഫ്റ്റർ ശോധന ഇൻ സ്ഥൂല പ്രമേഹി സന്ദർപ്പണ ഷുഡ് ബി ഗീവൺ ടു പ്രിവെന്റ് വാതപ്രകോപ, അതർവൈസ് വാത കാസസ് ഗുൽമം, പസ്തിശൂലം, മൂത്രഗ്രഹം. അഗ്നി ഷുഡ് ബി കൺസിഡേർഡ് വൈൽ ഗീവിംഗ് സന്ദർപ്പണം. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ ചികിത്സാ സൂത്രം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് സന്ദർപ്പണ രോഗോക്ത ചികിത്സ. പ്രമേഹം എന്ന് പറയുന്ന ഒരു സന്ദർപ്പണജന്യ രോഗമാണ് അല്ലെ. അപ്പൊ സന്ദർപ്പണ രോഗങ്ങൾക്ക് പറയുന്ന ചികിത്സയെല്ലാം ഇവിടെ ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നുണ്ട്. അടുത്തത് മേധരോഗ ശമന ചികിത്സ. അതായത് നമുക്കറിയാം പ്രമേഹം ബാധിക്കുന്ന പ്രധാനമായിട്ടും വീക്ഷിയിട്ടാവുന്ന ദൂഷ്യം ഏതാണ്,
മേധസ്സാണ് അല്ലെ. മേധോ ധാതുവിനെയാണ് പ്രമേഹം ആശ്രയിക്കുന്നത്. അപ്പം മേധോ മാത്രമല്ല, മേധോവഹ സ്രോതോ വികാരമായിട്ടാണ് നമ്മൾ പ്രമേഹത്തെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മേധോ രോഗ ശമനമായിട്ടുള്ള ചികിത്സ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ജനറൽ കാര്യങ്ങൾ പറയാണ്. പ്രമേഹനാശകമായിട്ടുള്ള കുറച്ച് യോഗങ്ങളാണ് ഇനി പറയുന്നത്. ആദ്യം കപചപ്രമേഹത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കഷായ യോഗങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന കഷായം നമ്മൾ തേനിൽ ചേർത്തിട്ട് കപചപ്രമേഹ രോഗിക്ക് കൊടുക്കാനാണ് പറയുന്നത്. കുറച്ച് കോമ്പിനേഷൻസ് ആണ്. ആദ്യത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹരിദ്ര, ദാരുഹരിദ്ര, തകര, വിടങ്ക. ഹരിദ്ര എന്ന് പറയുമ്പോൾ മഞ്ഞൾ, ദാരുഹരിദ്ര എന്താണ് മരമഞ്ഞൾ, തകരം, വിടങ്ക വിഴാലരി അല്ലെ. കൃമിയുടെ അഗ്രമാണ് വിടങ്കം എന്നൊക്കെ പറയുന്നത്. ഈ ഹരിദ്ര എന്നൊക്കെ പറയുന്ന സംഭവം പ്രമേഹത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്ന ഡ്രഗാണ് ഈ നമ്മുടെ ഹരിദ്ര, ആംലകി, ത്രിഫല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങൾ കഷായം വെച്ചിട്ട് എന്ത് ചെയ്യുക, മധുവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനാണ് ആദ്യത്തെ കോമ്പിനേഷനിൽ പറയുന്നത്. രണ്ടാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാഠ, മുറുവ, ശ്വദംഷ. പാട എന്ന് പറയുന്ന പാടക്കിഴങ്ങ്, അതാണ് പറയുന്നത്. പാടത്താളിയൊക്കെ വരുന്ന സംഭവമാണ് മുറുവ, ശ്വദംഷ്ട്ര. ഇത്രയും സംഭവങ്ങൾ, ഇത്രയും ഡ്രഗ്സ് കഷായം വെച്ചിട്ട് അത് മധു കൂട്ടി കഴിക്കണം ആര്, കപചപ്രമേഹി. ഇനി അടുത്ത കോമ്പിനേഷനാണ് ക്വാദ ഓഫ് ശവ്യ, അഭയ, ചിത്രക, സപ്തവർണ. ശവ്യം അതുപോലെ തന്നെ അഭയം. അഭയം എന്തായിരുന്നു, കടിക്കയാണ്. അതുപോലെ ചിത്രക അല്ലെ, കൊടുവേലി. സപ്തവർണം, സപ്തവർണ എന്ന് പറയുമ്പോൾ ഏഴിലം പാലയാണ്, അൾസ്റ്റോണിയാണ്. അപ്പം ഇതെല്ലാം, ഈ ഡ്രഗ്സ് എല്ലാം കൂടെ ചേർത്ത് കഷായം വെച്ചിട്ട് അത് തേനും കൂട്ടി കഴിക്കണം കപചപ്രമേഹ രോഗി എന്നാണ് ഒരു കോമ്പിനേഷൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള പ്രമേഹനാശകമായിട്ടുള്ള യോഗങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്ന പിത്തജ പ്രമേഹത്തിൽ സ്പെഷ്യലായിട്ട് പറയുന്ന യോഗങ്ങൾ, കഷായ യോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫോളോയിങ് കഷായ മിക്സ്ഡ് വിത്ത് മധു ആൻഡ് ഗീവൺ ടു പേഷ്യൻസ് സഫറിംഗ് ഫ്രം പിത്തജ പ്രമേഹം. ഈ താഴെ പറയുന്ന കഷായങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, മധുവിൻ്റെ കൂടെ കൂട്ടി പിത്തജ പ്രമേഹി സേവിക്കണം എന്നാണ്. അടുത്ത കോമ്പിനേഷനാണ് ഉശീരം, ലോദ്രം, അഞ്ജനം, ചന്ദനം. ഉശീരം എന്താണ്, രാമച്ചമാണ്. വെറ്റിവേരിയ സിനസോയിഡ്സ് എന്ന് പറയുന്ന സംഭവം, അതാണ് നമ്മുടെ ഉശീരം, രാമച്ച അല്ലെ. പിന്നെ ലോദ്രം, അഞ്ജനം, ചന്ദനം. ചന്ദനം തന്നെയാണ്. എന്താണ്, സെൻഡന ആൽബം എന്ന് പറയുന്ന സംഭവമാണ് ചന്ദനം. അപ്പം ഇതെല്ലാം കൂടെ കഷായം വെച്ചിട്ട് തേനും കൂട്ടി കഴിക്കുക. ദെൻ ഉശീര, മുസ്ത, ആംലക, അഭയ. ഉശീര, രാമച്ചം, മുത്തങ്ങ, നെല്ലിക്ക, അതുപോലെ തന്നെ കടുക്ക. ഇതെല്ലാം കൂടെ കഷായം വെച്ച് തേനും കൂട്ടി കുടിക്കുക. പടോല, നിംബ, ആംലക, അമൃത. പടോല, നിംബ എന്ന് പറയുമ്പോൾ വേപ്പാണ്. പിന്നെ പടോല എന്താണ്, കാട്ടുപടവലം. അതുപോലെ ആംലക നെല്ലിക്കയാണ്. അമൃത എന്ന് പറയുന്നത് ചിറ്റമൃതാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ കഷായം വെച്ചിട്ട് മധുവും കൂട്ടി പിത്തജ പ്രമേഹി കഴിക്കുക എന്നുള്ളതാണ്. അതാണ് പിത്തജ പ്രമേഹത്തിൽ പറയുന്ന ചില കഷായത്തിൻ്റെ കോമ്പിനേഷൻസ്. ഇതൊക്കെ പ്രമേഹനാശകരമായിട്ടുള്ള യോഗങ്ങളാണ്. അടുത്ത് പറയുന്നത് വാതജ പ്രമേഹത്തിൽ നമുക്ക് എന്തൊക്കെ ചികിത്സ ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നു അല്ലേ, വാതജ പ്രമേഹത്തിന് എന്തിനാണ് നമ്മൾ ചികിത്സിക്കുന്നത്? വാതജ പ്രമേഹം അസാധ്യമാണെന്ന് ഓൾറെഡി നമ്മൾ സാധ്യാസാധ്യതയിൽ പറയുന്നതാണല്ലോ. അപ്പോൾ അതിന് യുക്തി എന്താണ്? അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും അല്ലേ. ശരിക്കും ഈ ഒരു വാതജ പ്രമേഹം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൈമറി ആയിട്ടുള്ള വാതജ പ്രമേഹത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, വാതോൽബണ പ്രമേഹമാണ്. അതായത് ഇപ്പം പ്രൈമറി ആയിട്ട് വരുന്ന വാതക പ്രമേഹം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതായത് പ്രൈമറി ആയിട്ടും വാതക പ്രമേഹമുണ്ട്, സെക്കൻഡറി ആയിട്ടും വാതക പ്രമേഹം വരും. പ്രൈമറി ആയിട്ടുണ്ടായ വാതക പ്രമേഹം ആണ് അസാധ്യമായിട്ടുള്ളത്. അതായത് വാതം നമ്മുടെ ശരീരത്തിൽ കോപിക്കുന്നു, നമ്മൾ എക്സസീവായിട്ട് കഷായം, കടു, തിക്ത, രൂക്ഷ, ലഘു, ശീത ഇങ്ങനെയുള്ള കാര്യങ്ങൾ സേവിക്കുന്നതുകൊണ്ട്, പിന്നെ വ്യായാമം അങ്ങനെയുള്ള വിഹാരങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട്, പിന്നെ കുറച്ച് പ്രൊസീജിയേഴ്സ്, അതായത് നമ്മുടെ വമനം, വിരേചനം, ആസ്ഥാപനം, ശിരോവിരേചനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട്, പിന്നെ വേഗങ്ങളെ സന്ധാരണം ചെയ്യുന്നത് കൊണ്ട്, പിന്നെ എന്താണ് ഫാസ്റ്റിംഗ്, അധികമായിട്ട് ആതപ സേവനം, രാത്രി ജാഗരണം, അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള പോസ്ചർ, എക്സസീവായിട്ടുള്ള രക്താപസേചനം, ആൻസൈറ്റി, ഗ്രീഫ് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വാതം കോപിക്കുകയും പിന്നെ അത് എന്ത് ചെയ്യുന്നു, ഈ അഗ്രവേറ്റഡ് ആയിട്ടുള്ള വാതം ശരീരത്തിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്യുകയും പസയോടുകൂടെ നമ്മുടെ യൂറിനിൽ എൻട്രി ചെയ്തിട്ട് എന്താ പറയുക വസാമേഹമായിട്ട് വരുന്നു. അതുപോലെ തന്നെ മജ്ജയോടുകൂടെ ചേർന്നിട്ട് മജ്ജാമേഹമായിട്ട് വരുന്നു. ലസികയുടെ ചേർന്നിട്ട് ലസികാമേഹമായിട്ട് വരുന്നു അല്ലേ. ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്, അതൊക്കെ പ്രൈമറി ആയിട്ട് വരുന്ന വാതിക പ്രമേഹമാണ്. ഓക്കെ, അതെന്താണ്, അത് ഇൻക്വയറബിൾ ആണ്, അത് നമുക്ക് ചികിത്സിച്ച് മാറ്റാനായിട്ട് പറ്റില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച പ്രൈമറി വാതിക പ്രമേഹം എന്ന്. ഇനി സെക്കൻഡറി ആയിട്ട് വാതിക പ്രമേഹമുണ്ട്.
സെക്കൻഡറി ആയിട്ടുള്ള വാതക പ്രമേഹം എന്ന് പറയുന്നത് നമ്മൾ സംപ്രാപ്തിയിൽ പറഞ്ഞ വാതക പ്രമേഹം ഇല്ലേ, അതാണ്. അതായത് കഫവും പിത്തവും കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് വാദം കൂടി അങ്ങനെ പ്രമേഹം മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്, സെക്കൻഡറി ആയിട്ട് വരുന്ന വാതക പ്രമേഹം. അതെന്താണ്, അത് ക്യൂറബിൾ ആണ്. അതിന് വേണ്ട ചികിത്സയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതിനെ നമ്മൾ വാതോൽബണ പ്രമേഹം എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ. വാത ടോൾഡ് ഫോർ കബജം ആൻഡ് പിത്തജ പ്രമേഹ ആർ യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് തൈലം ആൻഡ് ഘൃതം. ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള വാതക പ്രമേഹം അഥവാ വാതോൽബണ പ്രമേഹം എന്ന് പറയുന്നത് കഫപിത്ത ആവരണം കൊണ്ടുണ്ടാവുന്ന പ്രമേഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കഫത്തിനും പിത്തത്തിലും പറയുന്ന പല വിധത്തിലുള്ള ക്വാദങ്ങളില്ലേ, ഈ ക്വാദങ്ങളെല്ലാം നമുക്ക് തൈലവും അതുപോലെ തന്നെ ഘൃതവും ഒക്കെ ആയിട്ട് വച്ച് കഴിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിശേഷമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രമേഹത്തിൽ എന്നാണ് അല്ലേ. അതായത് കഫജത്തിൽ എന്ത് ചെയ്യാം, പിത്തജത്തിൽ എന്ത് ചെയ്യാം, വാതജത്തിൽ എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന സർവ്വപ്രമേഹ ചികിത്സയാണ്. എല്ലാ പ്രമേഹത്തിലും നമുക്ക് ഈക്വലി ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഏറ്റവും ആദ്യത്തെ പോയിന്റാണ് ഹരിദ്രം പ്ലസ് ആംലകി സ്വരസം. അതായത് നമ്മുടെ പ്രമേഹ ചികിത്സയിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് മഞ്ഞളും അതുപോലെ തന്നെ നെല്ലിക്കയും. അതായത് നെല്ലിക്കയുടെ സ്വരസത്തിൽ മഞ്ഞളിട്ട് കൊടുക്കുന്നത് എല്ലാവിധ പ്രമേഹത്തിലും ഒത്തിരി നല്ലതാണ്. ഇത് രണ്ടാമത്തെ സംഭവമാണ് ബലത്രികാതി വാദം എന്ന് പറയുന്നത്. ഇതൊരു കഷായ കൽപ്പനയാണ്. ബലത്രികാതി വാദം പറയുന്നത് ഇങ്ങനെയാണ്: ബലത്രികം ദാരുനിശാം വിശാല മുസ്ത ചനിഹിക്വാദം നിശാം സകൽക്കം പിബേത് കഷായം മധു സംപ്രയുക്തം സർവപ്രമേഹേഷു സമുദ്രദേശു. അതായത് ഈ കഷായ കൽപ്പന ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ ത്രിഫല, കടുക്ക, നെല്ലിക്ക, താനിക്ക, ദാരുനിശ, വിശാല, മുസ്ത ഇത്രയും നിന്റെ കഷായം എടുത്തിട്ട് എന്തുമായിട്ട് മിക്സ് ചെയ്യുന്നു? ഹരിദ്രയില്ലേ, ഹരിദ്ര മഞ്ഞൾപ്പൊടിയുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. ഹരിദ്രയുടെ പേസ്റ്റുമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് തേൻ ഒഴിക്കുന്നു. ഇതാണ് ബലത്രികാതി വാദം എന്ന് പറയുന്നത്. ഇതിന്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് എല്ലാ വിധത്തിലുള്ള പ്രമേഹങ്ങളെയും ഹരിക്കും. അത് അക്യൂട്ട് ഓൺസെറ്റിൽ ഉള്ളതാണ് എങ്കിൽ അതാണ് ബലത്രികാതി വാദം പ്ലസ് മധു എന്ന് പറയുന്നത് സർവപ്രമേഹ ഹരമാണെന്ന് പറയുന്നത്. പിന്നെ വേറെ പറയുന്ന യോഗങ്ങളാണ് മധുവാസവം ഉണ്ട്, ഫലാതകാസവം ഉണ്ട്, ദന്ത്യാസവം ഉണ്ട്. ഇത് നമ്മൾ ആസവ കൽപ്പനയിൽ ഇനി പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത പോയിന്റ് ആണ് ഭ്രഷ്ട യവയോഗ മുദ്ഗ ആംലകി. ഭ്രഷ്ട യവയോഗം എന്ന് പറഞ്ഞാൽ യവം എന്താണ്? ബാർലിയാണ് അല്ലെ. ഭ്രഷ്ട യവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്റ്റഡ് ആയിട്ടുള്ള ബാർലി, മുദ്ഗ ചെറുപയർ, ആംലകി നെല്ലിക്ക. ഇവയുടെ ഹാബിച്വൽ ഇൻടേക്ക് ഓഫ് ദീസ് പ്രൊട്ടക്ട് ഫ്രം പ്രമേഹം, ശ്വിത്രം, കപചകുഷ്ഠം ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഇത് ഹാബിച്വലി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന കുറച്ച് പാനങ്ങൾ പറയുന്നതാണ് സാരോദകം, കുശോദകം, ത്രിബലാരസം ആൻഡ് മധൂദകം. അത്രയും കാര്യങ്ങളാണ് സർവപ്രമേഹ ചികിത്സയിൽ വരുന്നത്.